നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. എന്താ പോലീസ് രാഹുൽ മാങ്കൂട്ടത്തെ പിടിക്കാത്ത? രാഹുൽ മാങ്കൂട്ടം കർണാടകയിലുണ്ട്, ഗോകർണത്തുണ്ട്, ബാംഗ്ലൂരുണ്ട് എന്ന് പറയുന്നതല്ലാതെ അയാളുടെ പുറകെയാണ്. അയാൾ ഫോണുകൾ മാറ്റുന്നു, അയാൾ കാറുകൾ മാറ്റുന്നു. ഇയാളെന്താണ് ചാൾസ് ശോഭരാജോ ഇങ്ങനെ പോലീസിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ? രാഹുൽ മാങ്കൂട്ടത്തെ എന്തുകൊണ്ട് പോലീസ് പിടിക്കുന്നില്ല എന്ന ചോദ്യം കൃത്യമായി ചില ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. പോലീസിന് അദ്ദേഹം എവിടെയാണെന്ന് അറിയാമെന്നും പറയുന്നു. ഫോണുകൾ മാറ്റുന്നു, കാറുകൾ മാറ്റുന്നു, ഒരു റിസോർട്ടിൽ നിന്നും മറ്റൊരു റിസോർട്ടിലേക്ക് പോകുന്നു. അങ്ങനെ നമ്മൾ പറയുന്ന പോലെ ഒരു ഹാബിറ്റൽ ഒഫൻഡറിനെ പോലെ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ ചെയ്ത് നല്ല പരിചയമുള്ള ഒരാളെ പോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിനെയും പോലീസിൻ്റെ സംവിധാനത്തെയും വെട്ടിച്ച് കടന്നു പോകുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൽ നിന്നും പലർക്കും മനസ്സിലാക്കാൻ കഴിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ പിടിക്കാൻ പോലീസിന് വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പോലീസിൻ്റെ പിടിയിലാകാത്തത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. മറ്റൊന്നും കൊണ്ടല്ല, മുൻകൂർ ജാമ്യാപേക്ഷ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തിരുവനന്തപുരത്ത് ഇരിക്കുമ്പോൾ അത് ബുധനാഴ്ച പരിഗണനയ്ക്ക് വരുമ്പോൾ അത് കഴിഞ്ഞിട്ട് മതി അറസ്റ്റ് എന്ന നിർദ്ദേശം പോലീസിന് എവിടെ നിന്നോ ലഭിച്ചിട്ടുണ്ട്. എവിടെ നിന്ന് പറയുമ്പോൾ ഉന്നതങ്ങളിൽ നിന്നായിരിക്കുമെന്ന് നമുക്കറിയാമല്ലോ. തൽക്കാലം രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുകയും എന്നാൽ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം നൽകുന്നൊരു വിധി അല്ലെങ്കിൽ ഒരു പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്താൽ പിന്നെ പോലീസ് വെട്ടിലാകും. അത് ഇല്ലാതിരിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു അവസ്ഥ ഒഴിവാക്കാൻ പരമാവധി രാഹുൽ ഓടട്ടെ. ബുധനാഴ്ച കഴിഞ്ഞ് കോടതി വിധി രാഹുൽ മാങ്കൂട്ടത്തിന് എതിരാണെങ്കിൽ അയാളെ തൂക്കിയെടുക്കാമെന്നാണ് അത്രേ പോലീസ് വിചാരിക്കുന്നത്. അല്ലാതെ പോലീസിന് രാഹുലിനെ പിടിക്കാൻ കഴിയാഞ്ഞിട്ടോ രാഹുൽ എവിടെയാണെന്ന് പോലീസിന് അറിയാഞ്ഞിട്ടോ അല്ല. ഇത്തരത്തിൽ ഒരു നീക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയതുകൊണ്ട് നിയമപ്രകാരം അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു യാതൊരു നിയമപ്രശ്നങ്ങളും ഇല്ല. മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തു എന്ന് വെച്ച് അയാളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള യാതൊരു നിബന്ധനയും നിയമപരമായ നിബന്ധനയൊന്നുമില്ല. അത് പോലീസിൻ്റെ പ്രറോഗേറ്റീവ് അല്ലെങ്കിൽ അവരുടെ മുൻഗണനയാണ്, അത് വേണമോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ വിധി വരുന്നവരെ, മുൻകൂർ ജാമ്യത്തിൻ്റെ വിധി വരുന്നവരെ അറസ്റ്റ് ചെയ്യേണ്ട. കാരണം ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ഇനി കോടതിയുടെ പേരിൽ ഒരു വിരുദ്ധ പരാമർശം ഉണ്ടായാൽ, എതിർ പരാമർശം കോടതി ഭാഗത്തുണ്ടായാൽ അത് കേസിൻ്റെ മുന്നോട്ടുള്ള നടപടികളെ ബാധിക്കും. അത് വലിയൊരു പ്രശ്നത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് തൽക്കാലം മുൻകൂർ ജാമ്യ ഹർജി കോടതി പരിഗണിക്കട്ടെ, പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തിരുവനന്തപുരം പരിഗണിക്കട്ടെ. അതിനുശേഷം വേണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാം. കാരണം ജാമ്യാപേക്ഷ കോടതി തള്ളുകയാണെങ്കിൽ പിന്നെ രാഹുൽ മാങ്കൂട്ടം ഹൈക്കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ അതിനു മുമ്പ് ഒരുപക്ഷെ പോലീസിന് രാഹുലിനെ അറസ്റ്റ് ചെയ്യാം. രാഹുൽ ഏതായാലും പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ കൊടുത്തത് അത് തള്ളുകയാണെങ്കിൽ ഹൈക്കോടതിയിൽ പോകാൻ വേണ്ടി തന്നെയാണ്. ഹൈക്കോടതി തള്ളുകയാണെങ്കിൽ സുപ്രീം കോടതിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഈ കൃത്യമായ സമയക്രമം ഇങ്ങനെ പാലിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ പോയി അല്ലെങ്കിൽ സെഷൻസ് കോടതിയിൽ പോയി പിന്നെ ഹൈക്കോടതിയിൽ പിന്നെ സുപ്രീം കോടതി, അങ്ങനെയാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷകളുടെ റൂട്ട് പോകുന്നത്. അങ്ങനെയാണ്. അങ്ങനെ ആ സമയത്തേക്ക് പോലീസിൻ്റെ അറസ്റ്റിൽ നിന്ന് മാറി നിൽക്കാം എന്നുള്ള ഒരു ആഗ്രഹവും എൻ്റെ പിന്നിലുണ്ട്. ഏതായാലും കോടതി പറയുക രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ അയാളെ ചോദ്യം ചെയ്യാം, അറസ്റ്റ് രേഖപ്പെടുത്താൻ വിടാം, എന്നാൽ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കരുത് എന്നുള്ള നിർദ്ദേശമായിരിക്കാം ജാമ്യാപേക്ഷ സ്വീകരിക്കുകയാണെങ്കിൽ കോടതി ചെയ്യുക. അതല്ല തള്ളിക്കളയുകയാണെങ്കിൽ ഉറപ്പായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് ഹൈക്കോടതിയിലേക്ക് പോകാം. ഹൈക്കോടതിയിൽ പോകുന്നതിന് മുമ്പ് വേണമെങ്കിൽ പോലീസിനെ അറസ്റ്റ് ചെയ്യാം. അതെല്ലാം പോലീസിൻ്റെ മുൻഗണനാ വിഷയങ്ങളാണ്. ഏതായാലും തൽക്കാലത്തേക്ക് ബുധനാഴ്ച വരെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇനി 24 മണിക്കൂറേ ഉള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യേണ്ടായി. 24 മണിക്കൂറിൽ ഇത്ര വലിയ അറസ്റ്റ് നടത്തേണ്ട. കാരണം ഈ വിഷയം ഇങ്ങനെ കിടന്ന് കത്തട്ടെ. അത് CPMൻ്റെ ഒരു രാഷ്ട്രീയ നേട്ടം കൂടിയാണത്. കാരണം ഈ വിഷയം പരമാവധി കത്തി പൂത്തിരി പോലെ കത്തിപ്പടരണമെന്നാണ് CPM ആഗ്രഹിക്കുന്നത്. കാരണം നവംബർ 9, 11 തീയതികളിലാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ്. 13-ാം തീയതിയാണ് വോട്ടെണ്ണൽ. അപ്പോൾ 9, 11 തീയതി 11-ാം തീയതി വരെ ഈ സംഭവം മുഴുവൻ കിടന്ന് കത്തട്ടെ എന്നാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാഹുലിനെ പോലീസ് ഇപ്പോഴും തൊടാത്തത്. അതല്ലാതെ പോലീസിനെ പിടിക്കാൻ കഴിയാഞ്ഞിട്ടൊന്നുമല്ല.